ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ജോയ്സ് ടി വി ടെസ്റ്റിമണി ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങൾ പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് അനുഗ്രഹമാകുന്നതിൽ സന്തോഷമുണ്ട്. ഇന്ന് ഒരു ജീവിതാനുഭവങ്ങൾ ദൈവമക്കളുമായി ഷെയർ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന സിസ്റ്റർ അംബികയാണ്. പ്രിയ സഹോദരിയാർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരിയുടെ ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് ഒരു വാക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയ സഹോദരൻ കേൾക്കുന്നതായ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. ഓക്കെ, തുടർന്നുള്ള സമയങ്ങൾ സഹോദരിക്കുള്ളതാണ്. ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയത്ത് ദൈവജനത്തോട് പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്കൊരു അവസരം ഒരുക്കിയ കർത്താവിൻ്റെ ദാസന് നന്ദി പറയുന്നു. എൻ്റെ പേര് അംബിക. ഞങ്ങളുടെ സ്ഥലം പുളിയറക്കോണമാണ്. തിരുവനന്തപുരത്തുനിന്ന് ഇച്ചിരി കഴിഞ്ഞ് ഉള്ളിലോട്ട് വരണം. പുളിയറക്കോണം. ഞങ്ങൾ IPC ചർച്ച് ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. അവിടെയാണ് ഞങ്ങളുടെ താമസം. ഞങ്ങൾ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ജനിച്ചു കടന്നു വരുവാൻ ഇടയായി തീർന്നു. കർത്താവിനെ കണ്ടുമുട്ടിയ സമയം ഇത്തിരി കഷ്ടത കൂടെയാണ് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നത്. പാരമ്പര്യമായ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർന്നു ഒരു മദ്യപാനിയായ പിതാവിനോട് വളരുവാൻ മാതാവ് വളരെ കഷ്ടത കൂടെ ദേഹോപദ്രവവും വല്ലാത്ത അനുഭവത്തിൽ കൂടെ കടന്നുപോയൊരു മാതാവ് അനുഭവിച്ച കഷ്ടത, പിതാവ് ആണെങ്കിൽ മദ്യപിച്ചു കൊണ്ടുവന്ന് ദേഹോപദ്രവം ചെയ്യുകയും അങ്ങനെ ഉള്ള ഒരു ഭവനത്തിനകത്താണ് വളരുവാൻ ഇടയായി തീർന്നത്. ഞങ്ങൾ 8 മക്കളാണ്. ഒരമ്മയ്ക്ക് 5 പെണ്ണും 3 ആണും. അതിൽ 6ാമത്തതാണ് ഞാൻ. എൻ്റെ അനിയത്തിമാരിന് 2 പേരുണ്ട്. അങ്ങനെ വളരെ ബാല്യകാലത്തിലൊക്കെ വളരെ കഷ്ടതയും വേദനയും നിരാശയും കൂടെയൊക്കെ കടന്നുപോയ ജീവിതങ്ങളായിരുന്നു ഞങ്ങളെ ബാല്യകാലം. അന്ന് ആഹാരം കഴിക്കാനില്ലാതെയും നല്ല വസ്ത്രങ്ങളില്ലാതെയും ഒക്കെ ഒത്തിരി കഷ്ടത അനുഭവിച്ച കാലമായിരുന്നു ഞങ്ങളെ ബാല്യകാലം. വിദ്യാഭ്യാസം എന്ന് പറയുന്നതൊന്നും വളരെ ചെയ്യുവാനൊന്നും അങ്ങനെ അധികം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് അംഗങ്ങൾ കൂടുതലാകൊണ്ട് വളരെ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അങ്ങനെ വിവാഹപ്രായമായി എന്നെ വിവാഹം കഴിച്ച് അയക്കുവാനിടയായി തീർന്നു. വിവാഹം കഴിച്ച് അയച്ചു. അവിടെ ചെന്നപ്പോഴും എൻ്റെ ഭർത്താവ് നിറഞ്ഞ ഒരു മദ്യപാനിയുടെ ഭവനത്തിലാണ് കടന്നു പോകാനിടയായി തീർന്നത്. ഭർത്താവ് മദ്യപാനി, ഭർത്താവിൻ്റെ പിതാവ് മദ്യപാനി, അങ്ങനെയുള്ളൊരു നിറഞ്ഞൊരു കുടുംബത്തിനകത്താണ് കയറി ചെല്ലുവാനിടയായി തീർന്നത്. വളരെ മാനസികമായ നിരാശ തോന്നി, വളരെ ഭാരം തോന്നി. ഇനി എൻ്റെ പിതാവിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ ഇനി ഒരു കുടുംബത്തിൽ ചെല്ലുമ്പോഴെങ്കിലും സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തോടെ കടന്നു പോയപ്പോൾ അതിനേക്കാളും അപ്പുറമായുള്ള ജീവിതമാണ് ലഭിക്കാനിടയായി തീർന്നത്. എന്നാൽ അങ്ങനെ കടന്നുപോയി. 2 കുഞ്ഞുങ്ങളെ ലഭിച്ചു, 2 പെൺകുഞ്ഞുങ്ങൾ. അവർ വളർന്ന് ഇരിക്കെ വളരെ ശാരീരികമായ രോഗങ്ങളും കഷ്ടതകളും, എപ്പോഴും അവർക്ക് രോഗം വരും. പിതാവ് നിറഞ്ഞൊരു മദ്യപാനി, വീട്ടിനകത്ത് സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്ത് ചെയ്യട്ട് ഏത് ചെയ്യട്ട് എന്ന് വളരെ ഭാരപ്പെട്ട് നിരാശയിൽ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ഒരു ദൈവദാസൻ കടന്നു വരുവാനിടയായി തീർന്നു. 94 എൻ്റെ മൂത്ത പൈതയുടെ പിതാവുമായി ശബരിമലയ്ക്ക് പോയി. അവിടെ എൻ്റെ മോക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. അവളെ കൊണ്ടുവന്ന് കന്നിമല മല ചവിട്ടിക്കാമെന്ന് അങ്ങനെ കൊണ്ടുപോയി. ആ സമയത്ത് അവിടെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു ആ ശബരിമലയിൽ. അങ്ങനെ അവിടെ നിന്ന് നേരെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ നിലത്തടിച്ചിട്ട് കടന്നു പോരാനിടയായി തീർന്നു. ആ സമയത്ത് ഭവനത്തിൽ വന്ന് ഞങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി, രക്ഷിക്കപ്പെട്ട ഒരു സഹോദരിയായിരുന്നു. അവർ ഒക്കെ ഞങ്ങളുടെ സുവിശേഷം പറഞ്ഞ്, അത് മാത്രമല്ല ഞങ്ങളുടെ ഭവനത്തിൻ്റെ അടുത്ത് സൈമ സഹോദരൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ ആണ് ഞങ്ങളെ ഈ ആത്മീയ ഗോളത്തിനകത്ത് കൊണ്ടുവരുവാനും കാരണമായി തീർന്നത്. അപ്പോൾ ഈ സഹോദരന് വളരെ ഒരു ശ്വാസം മുട്ടലിൻ്റെ അനുഭവമായിരുന്നു. CSI പള്ളിക്കാരനാണ്. എന്നാൽ ആ പ്രിയ സഹോദരന് ഈ ശ്വാസം മുട്ടൽ വന്നപ്പോൾ അവൻ്റെ അടുത്ത് അവൻ്റെ ഭാര്യയുടെ പപ്പ പോണ പെന്തക്കോസ് പള്ളിയിൽ
അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദൈവദാസനെ വിളിച്ചൊരു പ്രാർത്ഥനയും വച്ച് മരുന്നും കഴിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആ സൈമ സഹോദരൻ ഇങ്ങനെ പിതാവിൻ്റെ അടുത്ത് പറയാനിടയായി തീർന്നു. ആ പിതാവ് പോണ ചർച്ചിലെ പാസ്റ്റർ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരുവാനിടയായി തീർന്നു. അങ്ങനെ വന്നു. ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥന വെച്ചപ്പോൾ ഞങ്ങളെ വിളിക്കുമായിരുന്നു. സൈമ സഹോദരൻ എന്നും വിളിക്കും, വേണമെന്ന പ്രാർത്ഥനയ്ക്ക് വാന്ന്. എന്നാൽ പ്രിയപ്പെട്ടവന് വളരെ താല്പര്യമില്ലാത്ത അനുഭവം. എന്നാലും ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും കൂടെ കടന്നു പോകാനിടയായി തീർന്നു. കടന്നു ചെന്നപ്പോൾ ആ ആരാധനയ്ക്ക് എല്ലാവരും ഇരിക്കും പോലെ ഞങ്ങൾ ഇരുന്ന് ഇതേപോലെ തലയിൽ തുണിയിട്ട് ഇരിക്കാനിടയായി തീർന്ന്. വളരെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ അമ്മച്ചി പറഞ്ഞ്, പാസ്റ്റർ ഇവർ പള്ളിയിൽ പോണവരല്ല, ഇവർ ഹിന്ദുക്കളാണ്, പിന്നെ അവർക്ക് വേണ്ടി നന്നാ പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ആ പാസ്റ്ററും കുടുംബവും ഞങ്ങൾക്ക് വേണ്ടി അവിടെയുള്ള ദൈവജനവും പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ആ സമയത്ത് അനുഭവിക്കാനിടയായി തീർന്നു. ഒരു നിറഞ്ഞ മദ്യപാനിയായ ഒരു ഭർത്താവ്, രോഗങ്ങളായ കുഞ്ഞുങ്ങൾ, കഷ്ടതയെന്ന് അസുഖങ്ങളും പ്രയാസങ്ങളും അങ്ങനെ നടന്ന അവസ്ഥയിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളെ തലയിൽ കൈ വെച്ച് ആ ദൈവദാസനൊക്കെ പ്രാർത്ഥിപ്പാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ വിശ്വാസത്തിൽ അന്ന് കടന്നുപോയി. പിന്നെ 3 ദിവസത്തെ പ്രാർത്ഥന അവിടെ വച്ച് ആ സമയത്തും ആ പാസ്റ്ററും ഭാര്യയും ഒത്തിരി സുവിശേഷം പറയാനിടയായി തീർന്നു. 115 സങ്കീർത്തനം, ഞാനല്ല അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ഒരു വിഗ്രഹത്തെ നമസ്കരിക്കരുത്. അതെ, അങ്ങനെ 115 സങ്കീർത്തനം, ഞങ്ങൾക്കല്ല യഹോവ, ഞങ്ങൾക്കല്ല, നിന്റെ നാമവിശ്വസത്തിൽ നിന്റെ നാമത്തിന് മഹത്വം വരുത്തേണ്ടതിന് അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്ന എന്ത്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹം പൊന്നും വെള്ളിയാകുന്നു, അത് മനുഷ്യന്റെ കൈവേല തന്നെ. ഇങ്ങനെ ഈ വാക്യങ്ങൾ പറഞ്ഞു തന്ന് അവർ സുവിശേഷം പറയുവാനിടയായി തീർന്നു. ആ സമയത്ത് ഞാൻ ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞു തരുവാനിടയായി തീർന്നു. എന്തോ അതിൽ കൂടെ ഞങ്ങളെ വിശ്വാസം കർത്താവ് ഞങ്ങളെ ഹൃദയത്തിൽ അത് ഇടപെടുവാനിടയായി തീർന്നു. വളരെ ഒരു സമാധാനം ലഭിക്കാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ അത് മുഖാന്തരം വിശ്വാസത്തിൽ ആദ്യമായി ഞങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നു. ഞങ്ങൾ 8 സഹോദരന്മാരും മാതാപിതാക്കളുള്ളതിൽ ഞങ്ങൾ 10 പേരുള്ളതിൽ ഞങ്ങൾ മാത്രം, ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും ആരംഭത്തിൽ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ഈ ദേശത്ത് ഹൈന്ദവരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. എന്നാലും അവരെ നടുവിൽ സത്യദൈവം എന്തെന്ന് ഈ ഞങ്ങളുടെ ഈ പ്ലാക്കോടെന്ന് പറഞ്ഞ പ്രദേശത്ത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞങ്ങൾ കടന്നുപോയി. ആ ദൈവദാസ് ഇവിടെ വന്ന് സുവിശേഷം പറഞ്ഞ് പിന്നെ ഒരു പ്രവർത്തനം തുടങ്ങി. ഇവിടെ ഒരു ദൈവദാസൻ ഇവിടെ വന്ന് അങ്ങനെ വലിയ ഒരു നല്ലൊരു കൂട്ടായ്മ തന്നെ ഈ ദേശത്ത് ഒരു വേല തന്നെ ആരംഭിക്കാനൊക്കെ ഇടയായി തീർന്നു. ഞങ്ങളെ ഭവനത്തിൻ്റെ അടുത്ത് തന്നെ IPC ചർച്ചാണ്. അങ്ങനെ വിശ്വാസത്തിൽ വന്ന് ദൈവം നമ്മെ അതിശയമായ ഓരോ ദിവസവും നടത്തുവാനിടയായി തീർന്നു. പിന്നെ എൻ്റെ ഭർത്താവ് ആരാധനയ്ക്ക് കടന്നു വരുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവനും ഒരു ദിവസം ആരാധനയ്ക്ക് കടന്നു വന്നപ്പോൾ ആ ദൈവദാസൻ പിടിച്ച് കയ്യ സ്തോത്രം പറഞ്ഞ്, സഹോദര സ്തോത്രം എന്ന് പറഞ്ഞത് ആ പുള്ളിക്കാരൻ്റെ ഹൃദയത്തിനകത്ത് പഠിപ്പിക്കാനിട ആയി തീർന്നു. ഞാൻ ഇത്രയും കാലം ഞാൻ സേവിച്ച് 18 വർഷം ശബരിമലയിൽ പോയി, എനിക്ക് ഒരു ആശ്വാസം ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പൂജ കർമ്മങ്ങൾ ഞാൻ അമ്പലത്തിൽ ഒത്തിരി ഞാൻ വെടിവെക്കാൻ അതിനൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തി ജീവിതമാണ്. ഇങ്ങനെ ഒരു സന്തോഷമുള്ളൊരു വാക്ക് കേട്ടിട്ടില്ല എന്ന് പുള്ളിക്കാരൻ്റെ ഹൃദയത്തിൽ തോന്നുവാനിടയായി തീർന്നു. അങ്ങനെ ആ സമയത്ത് വളരെ സന്തോഷത്തോടെ ആ ആരാധന കഴിഞ്ഞ് ഞായറാഴ്ച ഒരു സഭായോഗം കഴിഞ്ഞ് കടന്നു വരേണ്ടതായി തീർന്നു. പിന്നീട് ഞങ്ങൾ കുടുംബമായി ഞങ്ങൾ 4 പേര്, 2 മക്കൾ, ഞങ്ങൾ 2 പേര്, ഞങ്ങൾ 4 പേര് ഒരുമിച്ച് കടന്നു പോകാനിടയായി തീർന്ന ആരാധനയ്ക്ക് കടന്നുപോയി. പിന്നെ ഞങ്ങൾ വളരെ വ്യത്യാസങ്ങൾ തരുവാനിടയായി തീർന്ന വളരെ കഷ്ടതയിൽ കൂടെ കടന്നുപോയി. വളരെ കണ്ണുനീരിൻ്റെ വേദന, ശോധനയിൽ കൂടെ തീ പോലുള്ള അനുഭവങ്ങൾ കടന്നു വന്ന സ്ഥാനത്തെല്ലാം ദൈവത്തിൻ്റെ വലിയ ആശ്വാസമേറിയ കരം ദൈവം നമ്മെ വഴി നടത്തി. ദൈവവചനം പറയുന്ന 91 സങ്കീർത്തനം അതെ അതിൻ്റെ 14 വാക്യത്തിൽ പറയുന്നു, അവൻ എന്നോട് പറ്റിരിക്കുക, ഞാനവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തിൽ ഞാനവനെ ഉയർത്തും. അത് ദൈവത്തോടൊരു പറ്റിയിരിക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ തരുവാനിടയായി തീർന്ന പൈതങ്ങൾ വളർന്നു. അവരുടെ സൺഡേ സ്കൂളൊക്കെ പഠിച്ച് അവരും ഇളയ മകള് 3 വർഷം കോളേജിൽ മണക്കാലെ പഠിക്കുവാനിടയായി തീർന്ന്. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ അവർക്ക് ഒരു ദൈവദാസന ദൈവം കൂട്ടിച്ചേർത്തു. കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു.
അതേ മൂത്ത പൈതൽ അവളും വിശ്വാസത്തിൽ നല്ല ദാസൻ നല്ല സുവിശേഷ പ്രവർത്തനമൊക്കെ നല്ല വിശ്വാസത്തിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് അവരും. ഞങ്ങളും കുടുംബമായി കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഇതുവരെ ഭാഗ്യം തന്ന 94 രക്ഷിക്കപ്പെട്ട് ഞങ്ങളുടെ അവസ്ഥയ്ക്ക് എൻ്റെ കർത്താവ് അനവധി കഷ്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. എന്നാൽ അതിലൊന്ന് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒത്തിരി അനുഭവങ്ങൾ കടന്നു വന്ന അവിടെ എല്ലാം കർത്താവ് ഞങ്ങളെ കരത്തിൽ താങ്ങി അത് തളർന്നു പോകാതെ ദൈവം ബദ്ധന്മാരെ അഴിച്ചു വിടുന്നു. അത് കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. അങ്ങനെ ഒത്തിരി വചനങ്ങൾ ഞങ്ങളെ തന്ന ഞങ്ങളെ ആശ്വസിപ്പാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അത് വളരെ എൻ്റെ പ്രിയ പിതാവിനാണെങ്കിൽ തടിമുറിപ്പൊക്കെയാണ് ജോലി. ഒത്തിരി 4 പ്രാവശ്യം വരെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കട്ടർ മെഷീൻ ഓണാക്കിയിരുന്ന ആ സമയത്ത് വീണ് അത് എങ്ങനെയെങ്കിലും ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തണമെന്ന് വളരെ ശത്രുവിൻ്റെ വെല്ലുവിളിയായിരുന്നു. എന്നാലും അതിലൊന്നും കർത്താവ് ഞങ്ങളെ ശത്രുവിന് കൊടുക്കാതെ ദൈവം നമ്മെ യേശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇതാ എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ വഹിച്ചിരിക്കുന്നു. ദൈവവചനം ശക്തമായി ഞങ്ങളോട് ഇടപെടുവാനിടയായിത്തീർന്നു. അതെ ഈ വീഴ്ചയിലൊന്നും നീതിമാന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല. ദൈവവചനം പ്രിയപ്പെട്ടവന് ഒരു കേടുപാടൊന്നും വരാതെ ലാസ്റ്റ് ഒരു വീഴ്ച വന്നതിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചെങ്കിൽ ആ വീഴ്ചയ്ക്ക് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇങ്ങനെ ഒരു കാഴ്ച കാണുകയായിരുന്നു. ഞാൻ ഒരു വലിയൊരു ഗുഹയ്ക്കകത്ത് എന്നെ കൊണ്ട് കിടത്തിയിരിക്കുന്ന ആരുമില്ല എനിക്ക് വെള്ളം തരാൻ പോലും എന്നുള്ള ഈ കൊറോണ സമയത്തായിരുന്നു ആ വീഴ്ച സംഭവിച്ചത്. എന്നാലും അതേ അനുഭവത്തിൽ തന്നെയായിരുന്നു. കൊറോണ സമയത്ത് ആരെയും വിടൂല, കൂട്ടിരിക്കാനോ ഒന്നിനും അതേ ഉള്ള അനുഭവം. പ്രിയപ്പെട്ട ദൈവം ഒരു കേടുമരുത്താതെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇന്നും ഭൂമിയിൽ ശേഷിച്ച് ഉണ്ട്. ഇപ്പം ഞങ്ങൾ പരസ്യത്തിന് പോവുകയും ട്രാറ്റുകൾ കൊടുക്കുകയും ഇപ്രകാരമുള്ള സാക്ഷ്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യും. ദൈവനാമത്തിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെട്ട് കുടുംബമായി നിൽപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്ന അത് ഞാൻ എനിക്ക് ഒത്തിരി വീഴ്ചകളും എൻ്റെ ജീവിതത്തിലും കടന്നു വന്നിട്ടുണ്ട്. തൻ്റെ മകനെ ദൈവം സൂക്ഷിച്ച് ദൈവം ഒരു ലോകത്തിൽ വീഴുവാനിടയായിത്തീർന്ന ഒരു സ്കൂളിൻ്റെ ബാത്റൂമിൽ അത് 10-55 വർഷം പഴക്കമുള്ളൊരു ഇതായിരുന്നു. അതിനകത്ത് തടി മുറിക്കാൻ പോയ സമയത്ത് ഇങ്ങനെ അതിനകത്തങ്ങ് എലി തുരന്നിട്ടിരുന്ന് കണ്ടില്ലായിരുന്നു. അതിനകത്ത് വീഴുന്നിട്ട് പോലും എൻ്റെ മകന് ഒരു പോറൽ വെട്ടോ തിടിപ്പിക്കുന്നതിൻ്റെ പോലും ഒന്നും കൊള്ളാതെ ദൈവം സുഖഭദ്രമായ ദൈവം സൂക്ഷിച്ച് എത്ര ദൈവം നമ്മെ സൂക്ഷിക്കുന്ന വിധങ്ങളെ കരുതലുകളെ വിടുതലുകളെ ഓർത്താൽ നമുക്ക് 1000 നാവുകൊണ്ട് വർണ്ണിപ്പാൻ കഴിയില്ല. ഞാൻ ഓരോ ദിവസവും ചിന്തിക്കും എൻ്റെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളും നന്മകളും എത്ര തന്നെ നമുക്ക് പറഞ്ഞാൽ മതിയേറുകയില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോകും. അങ്ങനെ തലമുറകളുടെ ജീവിതത്തിൽ അപ്രകാരം തന്നെ ഇതിൻ്റെ പ്രസവ സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഡോക്ടർമാർ കൈവിട്ട് ഞങ്ങൾ ഏക്കയില്ല, ഞങ്ങളൊന്നും പറയില്ല, കവുണ്ട് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ബ്ലഡിനൊക്കെ വളരെ ബുദ്ധിമുട്ട്. എന്നാൽ അത് ഞാൻ തൻ്റെ ദാസനൊക്കെ പുറത്തു നിന്ന് വളരെ സങ്കടത്തോടെ നിൽക്കുന്ന ഞാനും വളരെ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവേ ഞങ്ങളുടെ വേല ചെയ്യുന്ന തലമുറയാണ്, അവൾ ആയുസ്സിന് ഒരു കേടും വരുത്തരുത്. അതേ ഏലിയാവ് 3 വാക്ക് പ്രാർത്ഥിച്ചതുപോലെ കണ്ണുനീരോടെ വളരെ പ്രാർത്ഥിപ്പാനിടയാത്തിന്ന് കണ്ണുനീരോടെ വിതയ്ക്കുന്ന ആർപ്പോടെ കൊയ്തെടുക്കുന്നുള്ള തിരുവചന പ്രകാരം പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതകരമായ അവൾ തന്നെ പറയണേ അപ്പോഴപ്പോഴാ ഈ ട്യൂബിട്ട് നോക്കുമെന്നും ജീവനുണ്ടാ ഡോക്ടർമാർ ഇവിടെ അത്രമാത്രം ഞങ്ങളെ ശോധനയിൽ കൂടെ തീ കൂടി കടന്നു പോയപ്പോഴെല്ലാം കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ച് ഈ ദൈവത്തെ പോലെ മറ്റു ഒരു ദൈവമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കൊടുത്തും കൊണ്ടാടി കൊണ്ടിരുന്ന ദൈവങ്ങൾ ഞങ്ങൾക്ക് ഒരു സമാധാനമോ ഒരു ആശ്വാസമോ ഞങ്ങൾക്ക് തരാതെ കഴിഞ്ഞു പോയ നാളുകളായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വലിയ വിടുതൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അതേ സ്തോത്രം. അങ്ങനെ മൂത്ത പൈതൻ്റെ ജീവിതത്തിലും വളരെ കുടുംബ ജീവിതത്തിലൊക്കെ പ്രതികൂലങ്ങൾ കടന്നു വന്ന് അവിടെ എല്ലാം ദൈവം സൂക്ഷിച്ചു.
നല്ലൊരു കുടുംബജീവിതം ദൈവം കൊടുപ്പാന് പിന്നെ ഇടയായി തീർന്നു. അങ്ങനെ അവന് സന്തോഷത്തോടെയൊക്കെ ആയിരിക്കുന്നു. മരണപാശങ്ങളിനെ ചുറ്റി പാതാള വേദനയെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ച് അയ്യോ യഹോവന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ദാവീദ് പലപ്പോഴും നിലവിളിച്ചതുപോലെ ഞങ്ങളുടെ അവസ്ഥകളായിരുന്നു ഞങ്ങളുടെ തലമുറയുള്ള ജീവിതത്തിൽ തന്നെയും. എങ്കിലും അവിടെ എല്ലാം എൻ്റെ കർത്താവ്, എൻ്റെ പ്രാണസഹിയായ നല്ല ദൈവം ഞങ്ങളെ കരം പിടിച്ച ദൈവം നടത്തി. ഒരിക്കലും ഒരു ബുദ്ധിമുട്ടിനൊന്നും കാരണമാക്കി തീർക്കാതെ ദൈവം ഇതുവരെ ഞങ്ങളെ സൂക്ഷിച്ചു. ദൈവം പരിപാലിച്ചു. കുഞ്ഞുങ്ങളെ ദൈവം കാത്തു. അങ്ങനെയുള്ള തന്നെ 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി കൊടുത്തു. അതെ, അവരും ദൈവ ഒരാൾ 7 പഠിക്കുന്നു, ഒരാൾ 5 പഠിക്കുന്നു. പത്തനംതിട്ട പ്രദേശ കർത്തൃവേലയിലായിരിക്കുന്നു. അവർക്കും ദൈവം അവരെ കുടുംബമായ ദൈവ സമാധാനത്തോടെ സന്തോഷത്തോടെയൊക്കെ ആയിരിക്കാൻ കർത്താവ് അങ്ങ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രത്തോളം നമ്മെ നടത്തി ഓരോ ദിനവും ദൈവം നടത്തുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം എൻ്റെ സഹോദര കുടുംബങ്ങളൊക്കെ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്ന അത് മൂത്ത ചേച്ചി കുടുംബമായി അവരൊരു പൂജാരിയായിരുന്നു. അവർ കുടുംബമായി രക്ഷിക്കപ്പെടുവാനിടയായി തീർന്ന മാതാവ് പിതാവ് രക്ഷിക്കപ്പെട്ടില്ല. മൂത്ത അണ്ണനും രക്ഷിക്കപ്പെട്ടില്ല. അവരൊക്കെ അല്ലാതെ മരിച്ച് അവരുടെ സുവിശേഷം പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കയില്ലായിരുന്നു. എന്നാൽ ബാക്കി സഹോദരന്മാരും അനിയത്തിയൊക്കെ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ അവർക്ക് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസര ഭാഗ്യം ഒരുക്കി കൊടുത്ത്. അത് ഞാൻ ചിന്തിക്കും, നമ്മൾ ഒരു പക്ഷേ അന്ന് നമ്മൾ മരിച്ചു പോയെങ്കിൽ അവർ ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ എൻ്റെ സഹോദരന്മാരോ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ദേശത്തൊരു പ്രവർത്തനങ്ങളോ ഒന്നും കാണുവാൻ കഴിയില്ലായിരുന്നു. കർത്താവിനെല്ലാം ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പ്ലാനും പദ്ധതി ദൈവത്തിന് ഒരു വ്യക്തിയെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് നന്നാ അറിയാം. അങ്ങനെ ഞങ്ങളെ ഈ ദേശത്തിൻ്റെ മധ്യത്തിൽ ഞങ്ങളെ ഉറപ്പിക്കാൻ ഇടയായിത്തീർന്ന് ഞങ്ങളെ സഹോദര കുടുംബങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട് യേശുവിനെ അറിയുവാൻ ഇടയായിത്തീർന്ന്. അതേ നാളുകളിൽ വളരെ സ്തോത്രം ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾക്ക് ഭവനം തന്ന് ഞങ്ങളുടെ സ്ഥിതിക്കൊക്കെ ഒരുപാട് വ്യത്യാസം തരുവാനിടയായിത്തീർന്നു. കർത്താവ് ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന നാം എന്ത് ദൈവത്തോട് ചോദിക്കുന്നു ദൈവം നമുക്ക് തരും. അതേ ഉത്തമഗീതം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അത് നാം ചോദിച്ചു കൊള്ളുക, നാം ചോദിക്കുന്ന കാര്യങ്ങൾ കർത്താവ് നമുക്ക് തരും. അതെ, നമ്മൾ ഒരു പക്ഷേ നമ്മൾ വെറുതെ നമ്മൾ മിണ്ടാപ്രാണികളെ പോലെ ചെന്നിരുന്നാൽ നമുക്കൊന്നും കിട്ടുകയില്ല. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് അപേക്ഷിക്കുക, ദൈവം നമുക്ക് ഓരോ കാര്യങ്ങൾ നൽകി തരും. ദൈവവചനമുണ്ട്. അങ്ങനെ ഇരുന്ന് ഞങ്ങളും ജീവിതങ്ങൾ ഇങ്ങനെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഈ 2022 ആയപ്പോൾ എനിക്കൊരു ക്യാൻസർ രോഗം വരുവാനിടയായി തീർന്നു. ഇങ്ങനെ ശരീരത്തിന് ബലഹീന വന്നപ്പോൾ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ പെട്ടെന്ന് പറഞ്ഞ് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കാനിടയായി തീർന്നു. എങ്കിലും ഞാൻ ഭയപ്പെട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത്. ഞങ്ങൾക്ക് പശു വളർത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ആരെയും പ്രിയപ്പെട്ടതിനൊന്നും ബുദ്ധിമുട്ടിക്കാതെ കടന്നു പോകാനിടയായി തീർന്നു. എന്നാൽ അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഇങ്ങനെ ഈ രോഗമെന്ന് പറഞ്ഞ്, ക്യാൻസർ എന്ന് പറഞ്ഞാൽ മാരകമായ രോഗമാണല്ലോ. ആൾക്കാരങ്ങ് തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ ആശുപത്രിയിൽ പോണതിന് മുന്നേ എനിക്കൊരു 1-2 വർഷം കൊണ്ടേ എൻ്റെ ജീവിതത്തിൽ എനിക്കെന്തോ സംഭവിക്കും, ഞാൻ മരിച്ചു പോകും എന്നുള്ള എൻ്റെ ഹൃദയത്തിനകത്ത് ഇത് തന്നെയായിരുന്നു ചിന്ത. ഞാൻ ആരോടും പറയില്ല. എനിക്കിങ്ങനെ ഈ ഭാഗത്തിൻ്റെ ഒരു മാറിലാണ് ഇങ്ങനെ ക്യാൻസർ വന്നത്. അതേ സ്തോത്ര, ഒത്തിരി കളർ മാറി വളരെ ഇതായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കൈതരിപ്പും ഈ നെഞ്ചിനെ കുത്തി ഉളച്ചിലും ആയ സമയത്താണ് ഞാൻ ആശുപത്രിയിൽ കടന്നുപോയത്. അവിടെ ചെന്നപ്പോൾ ഈ അസുഖം എന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ തലമുറകളെ വിളിച്ച് അവർ കടന്നു വന്നു. ഉടനെ മെഡിക്കൽ കോളേജിൽ വിട്ട് ഒക്കെ ചെക്കപ്പുകളെല്ലാം ചെയ്ത് ഓരോ ദിവസവും ഓരോ ട്രീറ്റ്മെൻറ്റുകളും ചെയ്യുവാനിടയായിത്തീർന്ന് മാമോഗ്രാഫി ചെയ്യാൻ മെഷീനിൽ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ദൈവത്തോട് ചോദിക്കും, കർത്താവ് എൻ്റെ വേദന പോലും അറിയാതെ എൻ്റെ കർത്താവ് എന്നെ സൂക്ഷിപ്പാനിടയായിത്തീർന്ന്. സ്തോത്രം. ദൈവം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ക്രൂശിന്മേൽ കയറി നമ്മളെ വേദനകളെ വഹിച്ചുകൊണ്ട്, നമ്മളെ സാക്ഷായ രോഗങ്ങളെ വഹിച്ചുകൊണ്ട് കർത്താവ് കാൽവറിയിൽ യാഗമായി തീരുവാനിടയായിത്തീർന്ന അത് ദൈവശക്തി എൻ്റെ ശരീരത്തിൽ വെളിപ്പെടാനിടയായിത്തീർന്ന ഓരോ പിന്നെ സ്കാനിങ് ചെയ്യുമ്പോഴായാലും എക്സ്റേ എടുക്കുമ്പോഴായാലും വളരെ MR സ്കാനൊക്കെ ചെയ്തപ്പോൾ ഇത് എന്ത് പറയാൻ വളരെ ഭയം ഹൃദയത്തിനകത്ത് തോന്നി. അവിടെ എല്ലാ അങ്ങടെ രക്തൻ്റെ മുദ്രയിടണമേ, ദൈവത്തോട് പ്രാർത്ഥിപ്പാനും ദൈവത്തോട് യാചിപ്പാനും ദൈവം എന്നെ സഹായിക്കും ഓരോ ദിവസവും. അങ്ങനെ ഓരോ ദിവസവും പിന്നെ 8 കീമോ എടുത്ത് 15 റേഡിയേഷൻ കഴിഞ്ഞ് 1 വർഷം ഇഞ്ചക്ഷൻ എടുത്തു.
അതിൽ പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും വിടുതലിന് കാരണമാക്കി തീർത്തത്. എൻ്റെ കൂടെ ഓപ്പറേഷൻ ചെയ്ത ഒത്തിരി പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് ഒത്തിരി പ്രിയപ്പെട്ടവർ ഇന്നും വിടുതൽ അനുഭവിക്കാൻ കഴിയാതെ ഉള്ളവരുണ്ട്. ഞാൻ അവരുടെയൊക്കെ സുവിശേഷം പറഞ്ഞു കൊടുക്കും, യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ വിടുതൽ നമുക്ക് വേണ്ടി അയക്കുമെന്ന്. അങ്ങനെ പല പ്രിയപ്പെട്ടവരും വളരെ രോഗത്താൽ എൻ്റെ ഈ രോഗം വന്നതിന് ശേഷം ഞങ്ങളെ ചുറ്റുപാട് തന്നെ ഒത്തിരി പേര് മരിക്കുവാനിടയായിത്തീർന്നു. എന്നാലും അവിടെ ദൈവം എന്നെ സൂക്ഷിപ്പാനിടയായിത്തീർന്നു. ഈ രോഗങ്ങളെല്ലാം കടന്നു വന്നിട്ടും ഇത് എന്തിനെന്ന് ചോദിപ്പാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടില്ല. നമ്മളെ സകല രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കി. ഞാൻ RCCയിലൊക്കെ പോയി ഓരോ ചെക്കപ്പുകളും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാർത്ഥിച്ചും കൊണ്ട് പോകും. ദൈവമേ, ഇന്ന് കടന്നുപോയി ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ കടന്നു വരുവാനിടയായി തീരണമേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് കടന്നു പോകും. അപ്രകാരം ദൈവം എൻ്റെ കൂടെ ഇരുന്ന് ആദ്യത്തെ ചെക്കപ്പ് കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ചെക്കപ്പിന് കടന്നു പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് വേറെ ഒരു പ്രശ്നവുമില്ല. ഇപ്പം രോഗം വന്നിട്ട് ഏകദേശം 3-3.5 വർഷം വരെ ആവണം. വേറെ ഒരു കുഴപ്പവുമില്ലെന്ന് പറയാനിടയായി തീർന്ന്. എല്ലാവർക്കും 2 മാസം 3 മാസം ഒക്കെ ആകുമ്പോൾ ചെക്കപ്പിന് കടന്നു പോകുന്നത്. എനിക്ക് ദൈവം അങ്ങനെ പോലും വയ്ക്കാതെ എൻ്റെ യേശോപ്പ അങ്ങ് സൂക്ഷിപ്പാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ ക്യാൻസർ രോഗത്തെ ദൈവം പരിപൂർണമായി സൗഖ്യം വിടുതൽ തരുവാനിടയായി തീർന്ന്. കർത്താവ് ഞങ്ങളെ കുടുംബത്തെ വളരെ വളരെ സന്തോഷത്തോടെ ദൈവം അവിടെ നിന്ന് മാനിക്കാനിടയായി തീർന്ന്. രോഗം വന്നപ്പോൾ എല്ലാവർക്കും വളരെ സങ്കടം തോന്നി. എല്ലാവരും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച്. ഞങ്ങൾ 8 അംഗങ്ങളിൽ ഞാനാണ് ആ ഫസ്റ്റിലെ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി തിരിച്ചത്. എന്നിട്ട് നടുവിൽ ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വളരെ വിഷമിച്ച് എന്നെ ഇവിടെ പ്രാർത്ഥനക്കാരി എന്നാണ് പറയണത്. അവരെ നടുവിൽ സങ്കീർത്തനം 71:7 പറയുന്നു, ഞാൻ നിന്നെ പലവർക്കും ഒരു അത്ഭുതമാക്കി വെക്കുമെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വസ്തുമായതേ ദൈവം ഒരു അത്ഭുതമാക്കി എന്നെ ആക്കി വെക്കുവാനിടയായി തീർന്നു. അതെ, ഇവിടെയൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും ട്രാറ്റ് കൊടുക്കുകയും സുവിശേഷം പറയും. എന്നെ കാണുമ്പോൾ തന്നെ അവർക്കൊക്കെ വളരെ ഒരു അതിശയം തോന്നുന്ന ഒരു വ്യക്തിയായി കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. ദൈവം അങ്ങനെ എൻ്റെ മാരകമായ രോഗത്തിൽ ദൈവം വിടുതൽ തന്ന് ആശ്വാസം തന്ന് ദൈവം ഞങ്ങളെ ദൈവം നടത്തി. ദൈവ സമാധാനത്തോടെ സന്തോഷത്തോടെ ഒക്കെ ദൈവം നടത്തുവാനിടയായി തീർന്നു. കർത്താവ് ഓരോ ദിവസവും ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ അസുഖങ്ങൾ മാറിയതിന് ശേഷം ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങൾ ഞങ്ങൾ പോകും. അതെ, പരസ്യത്തിന് ട്രാറ്റ് കൊടുക്കുവാനും സുവിശേഷം പറയുവാനും ഒക്കെ. അതെ, കർത്താവ് പറഞ്ഞ് എൻ്റെ സാക്ഷി നിങ്ങൾ പൂലെമ്പാടം ചെന്ന് പറയുക. നമ്മൾ കർത്താവ് ചെയ്ത ഉപകാരം മറ്റുള്ളവരുടെ പറഞ്ഞില്ല എങ്കിൽ നമുക്ക് തന്നെ അയ്യോ കഷ്ടം. കർത്താവ് നമുക്ക് ഓരോ വിടുതലുകൾ തരുമ്പോൾ നമ്മൾ അതിനെ ഒതുക്കി നമ്മൾ പൊതിഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കർത്താവ് നമ്മളുടെ ന്യായവിധി സമയത്ത് ദൈവം കണക്ക് ചോദിക്കും. ദൈവം തരുന്ന വിടുതൽ നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ട നമുക്കൊരു ബാധ്യസ്ഥയാണ്. അതിന് നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഞങ്ങൾ ഇറങ്ങി വിശ്വാസത്തിൽ വന്ന സമയത്ത് ഇപ്രകാരം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. വളരെ ദർശനങ്ങളൊക്കെ ഞാൻ കാണുമായിരുന്നു. ഒത്തിരി ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും ഒത്തിരി അനുഭവങ്ങൾ. എന്നാൽ ആ സമയത്തൊന്നും കടന്നു പോകാൻ ഒന്നും കഴിയാതുള്ള അനുഭവങ്ങളായിരുന്നു ഞങ്ങളെ കുടുംബജീവിതത്തിൽ. അങ്ങനെ ഇരുന്ന് ഈ അസുഖം വന്നതിന് ശേഷം ഞങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. കുടുംബമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും ദൈവം ഒരു അവസരം ഒരുക്കി. എൻ്റെ ഈ അസുഖത്തിൽ കൂടെ മാത്രമാണ് കൂടുതൽ കർത്താവിനെ അറിയാനിടയായി തീർന്നത്. യഹോവയുടെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ കർത്താവിനൊന്ന് പറ്റിച്ചേരുവാനിടയായി തീർന്നു. ദൈവം ഈ അസുഖം വന്നതിന് ശേഷം ഞങ്ങളൊരു ടീമുണ്ട്. ഞങ്ങൾ പരസ്യത്തിനൊക്കെ പോകാനൊക്കെ അങ്ങനെ പലയിടങ്ങളിൽ പോയി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനൊക്കെ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ കൺവെൻഷനൊക്കെ കടന്നു പോയൊക്കെ സാക്ഷിയൊക്കെ പറയാൻ ദൈവം ഭാഗ്യം തരുന്നു. അത് സ്തോത്രം. മദ്യപാനിയായിരുന്ന ഭർത്താവ്, പിതാവ് മദ്യപാനി, ഇങ്ങനെ കഷ്ടത കൂടെ കടന്നുപോയ സ്ഥാനത്തെല്ലാം ദൈവം നമ്മെ സൂക്ഷിച്ച്, ദൈവം നമ്മെ കരം പിടിച്ച് ദൈവം വഴി നടത്തി. ഞങ്ങളുടെ സഹോദരന്മാരെയൊക്കെ ദൈവം രക്ഷിച്ച്. ആരും നശിച്ചു പോകുന്ന കർത്താവിന് ഇഷ്ടമില്ല. അതെ, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവത്തെ അറിയേണ്ടതിനാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്രകാരം കർത്താവ് നമ്മെ സ്നേഹിപ്പാൻ ഇടയായി തീർന്ന് ഞങ്ങളെ സ്തോത്രം കുടുംബത്തിലുള്ള അംഗങ്ങളൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ സഹോദര കുടുംബങ്ങളൊക്കെ തലമുറകളൊക്കെ കർത്താവിന് വേല ചെയ്യുന്നവരുണ്ട്. പത്തനംതിട്ട പ്രദേശത്ത് റാന്നിയിലൊക്കെ
സുവിശേഷ വേല ചെയ്യുന്നവരും തലമുറകളുണ്ട്. അങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ കുടുംബത്തിലെ പല പ്രിയപ്പെട്ടവർക്കും ദൈവ ഭാഗ്യം ഒരുക്കുന്നുണ്ട്. കർത്താവ് ചെയ്യുന്ന ഓരോ ഉപകാരങ്ങളും, കർത്താവ് ചെയ്യുന്ന ഓരോ നന്മകളും എത്ര തന്നെ പറഞ്ഞാലും മതി വരികയില്ല. അത് നമ്മൾ ചിന്തിക്കും, നമ്മൾ കർത്താവിനെ അറിഞ്ഞ് നമുക്ക് ഇത്രയും കഷ്ടത വന്നല്ലോ, നമുക്ക് ഇനി ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് അങ്ങ് മാറിപ്പോവാം. ഒരു സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ നോക്കാമെങ്കിൽ കഷ്ടത വന്നത് എനിക്ക് ഏറെ ഗുണത്തിന് കാരണമാക്കി തീർന്നെന്ന് എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് അറിയാനിടയായി തീർന്ന. ഞങ്ങൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകും, ഇല്ലെന്നല്ല. കടന്നു വരുന്ന സമയത്ത് ഒരു പായെടുത്തിട്ട് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കും, ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവ് തക്ക സമയത്ത് ആ വിഷയത്തിനൊക്കെ ദൈവം പരിഹാരം തരും. വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, കർത്താവ് ഇന്ന വിഷയത്തിൽ ഞങ്ങൾ കുടുങ്ങി പോകരുത്, ഞങ്ങൾ ഇന്ന വിഷയത്തിൽ ഭാരപ്പെടരുത്, ഞങ്ങൾ ഇന്ന വിഷയത്തിൽ ഞങ്ങളെ തളർത്തി കളയരുത്. അത് ഒരു വിശ്വാസിയുടെ നേരെ എപ്പോഴും പിശാചിൻ്റെ പ്രതികൂലം ഉണ്ടാകും. അതിൽ നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ശോധനകൾ കടന്നു വന്നാൽ അതിൽ തളർന്നു പോകാതെ ദൈവസേനയിൽ ഉറച്ചു നിന്ന് യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുക എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഉറപ്പോടെ ധൈര്യത്തോടെ നിൽപ്പാൻ ഇടയാത്തീർന്ന്. അത് ഈ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ തളർന്നു പോയില്ല. വളരെ മനസ്സ് ഉറച്ച് നിൽപ്പാൻ ഇടയാത്തീർന്ന്. എന്ത് വന്നാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. അത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയം. എബ്രായലേഖനം വായിക്കുമ്പോൾ 11 അധ്യായം കാണുന്ന അപ്രകാരം ദൈവം നമ്മെ ഓരോ ദിവസവും ദൈവം ഞങ്ങളെ നടത്തി. ഞങ്ങളെ കുടുംബമായ ദൈവം ഇതുവരെയും ദൈവം സൂക്ഷിച്ചു. വളരെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ നടന്ന ഞങ്ങളെ കർത്താവ് അതിശയമായി നാളുകൾ ഞങ്ങളെ വഴി നടത്തുന്നു. അത് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത്, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിക്ഷേപങ്ങൾ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഞാൻ പല പ്രിയപ്പെട്ടവരും ഇങ്ങനെയാണ് പറയുന്നത്, പലവരുടെയും സുവിശേഷം പറയുമ്പോൾ അവർ പറയും ഇവിടെ തന്നെ സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെന്ന്. ഞാൻ പറയും അല്ല, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് ധനവാന്റെയും ലാസറിൻ്റെയും കഥ നമുക്കറിയാമല്ലോ. അങ്ങനെ പല പ്രിയപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കർത്താവിൻ്റെ വരവ് സമീപിച്ച് ഇനി ഇതാ 25 തീരാൻ ഒരു മാസമേ ഉള്ളൂ, 26. ഇനി എന്താണ് ലോകത്ത് സംഭവിക്കണമെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. എന്ത് പ്രതികൂലങ്ങൾ വന്നാൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, മക്കളെ ദൈവസേനയിൽ ഉറച്ചു നിന്ന് ആ സ്വർഗരാജ്യത്തിൽ നമുക്ക് എത്തണം, ആ നിത്യതയിൽ. അതെ, കർത്താവിൻ്റെ രാജ്യത്ത് കർത്താവിൻ്റെ വരവെങ്കിൽ ഏക പ്രത്യാശയോടെ നിത്യതയെ കാണണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം, പ്രാർത്ഥനയും. ഈ ദിവസങ്ങളിൽ എൻ്റെ കർത്താവ് ഞങ്ങളെ മൂത്ത പൈതലിന് ഒരു തലമുറ ആയില്ല, അവളാകാൻ കഴിഞ്ഞിട്ട് 1.5 വർഷം ആയതേ ഉള്ളൂ. അത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം തക്ക സമയത്ത് അത് ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്രകാരം കർത്താവ് ഞങ്ങളെ ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്നു. എൻ്റെ സഹോദരന്മാർ മൂന്നാമത്തെ അണ്ണനാണെങ്കിൽ പള്ളി വന്നതുകൊണ്ട് പുള്ളിക്കാരെ ഇവിടുന്ന് വിറ്റിട്ട് അങ്ങ് നെടുമങ്ങാടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പ്രതികൂലത്തിൽ നിന്ന് അവിടെ നിന്ന് തിരിച്ച് വന്ന് ഞങ്ങളുടെ ആലയത്തിൻ്റെ ചുവരോട് ചേർന്ന് വീട് വെച്ച് താമസിച്ചിപ്പോൾ നല്ലൊരു ബന്ധക്കോസ്തേരനായി അവർ കുടുംബമായി കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തമുള്ളവരായി തീരുവാൻ ദൈവം അവസരം ഒരുക്കി. കർത്താവിൻ്റെ ആലയത്തെ ചുട്ട് കളയുമെന്ന് പറഞ്ഞിട്ട് പോയ ഒരു വ്യക്തി ജീവിതമായിരുന്നു എൻ്റെ മൂന്നാമത്തെ സഹോദരൻ. അങ്ങനെ ഒത്തിരി നിന്ദകൾ ദൈവസന്നിധി കടന്നു വന്നിട്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം ദൈവം സ്നേഹിച്ച്, ദൈവം രക്ഷിച്ച്, ദൈവത്തെ അവർക്കൊക്കെ അറിയാൻ ദൈവ ഭാഗ്യം കൊടുത്ത് നമ്മൾ ഓരോ ദിവസവും കരയും, കർത്താവെ അവരാരും നശിച്ചു പോവല്ലേ, അവരെയൊക്കെ പേര് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണണമേ, നിത്യത കാണണമേന്ന് അങ്ങനെ പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കി. പ്രിയപ്പെട്ടവരെ ദൈവം രക്ഷിപ്പാനിടയായി തീർന്നു. കഴിഞ്ഞ ദിവസവും ഞങ്ങൾക്കൊരു ചാനലിൽ ഇങ്ങനെ ഞങ്ങൾ ഈ ടീമിൽ പോണ ഒരു ആരോണെന്ന് പറഞ്ഞ പാസ്റ്റാണ് ഞങ്ങൾക്ക് ഇതിനെ പരിചയപ്പെടുത്തി തരുവാനിടയായി തീർന്നത്. ആ പാസ്റ്റ് വിളിച്ച് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറയുവാനിടെ ഭാഗ്യം തന്ന്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സാക്ഷ്യം പറയാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾ ഒരുക്കി തരുന്നല്ലോ എന്ന് ചിന്തിപ്പാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. കർത്താവ് നല്ലവനാണ്, വിശ്വസ്ത ദൈവമാണ്, വാക്ക് പറഞ്ഞു മാറാത്ത കർത്താവ്. ഞങ്ങൾ 4 പേരെയും ഒരുമിച്ച് സ്നാനപ്പെട്ട് ഒരുമിച്ച് ദൈവകൃപയിലൊക്കെ ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിക്കുന്നുണ്ട്.
പിന്നെയും തുടർന്നും കർത്താവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണോ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പാതയിൽ മാത്രം നിന്ന് ദൈവസേനയിലെ വിശ്വസ്തയോടെ അതെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്ന് യോഗ്യക്കാരാക്കി ദൈവം ഞങ്ങളെ തീർത്തെടുക്കേണ്ടതിന് ഓരോ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ഞങ്ങൾ ദൈവസേനയിൽ നിന്ന് അകന്നു പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവ് ഞങ്ങൾ ഓരോ ദിവസവും എന്ത് കഷ്ടത വന്നാലും കണ്ണീരിന്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് അവിടെ എല്ലാം ദൈവം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്ന് അവിടെ എല്ലാം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു തളർന്നു പോകാതെ അവിടെ എല്ലാം പൈതങ്ങളൊക്കെ ദൈവം അവിടെ സൂക്ഷിപ്പാനിടയായി തീർന്ന് എൻ്റെ ഈ വയ്യായി ആയപ്പോൾ എൻ്റെ തലമുറകൾ തന്നെയാണ് എന്നെ നല്ലതുപോലെ എൻ്റെ മരുമൻ പാസ്റ്റർ എന്നെ എല്ലായിടവും തലമുറകൾ കൊണ്ടുപോയി ടെസ്റ്റുകൾ ചെയ്യുവാനും എല്ലാ കാര്യത്തിലും കൂടെ ഇരുന്ന് എന്നെ നോക്കുവാനൊക്കെ നോക്കുവാനൊക്കെ അവർക്ക് ദൈവം കൃപ കൊടുത്ത് അത് ഞാൻ പലപ്പോഴും ചിന്തിക്കും എൻ്റെ തലമുറകളെ മനസ്സ് അനേക മാതാപിതാക്കളെ നോക്കാതെ തലമുറകൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന നാളുകളിൽ ദൈവത്തെ അറിയണം. ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം കരുതുന്നതും ദൈവം അവരുടെ മനസ്സിൽ കൊടുക്കുന്ന താല്പര്യങ്ങളും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എത്ര തന്നെ പറഞ്ഞാലും അത് ഏറിയല്ല. അങ്ങനെ എൻ്റെ തലമുറകളൊക്കെ നല്ലതുപോലെ എന്നെ നോക്കുവാനും എൻ്റെ സഭയിലെ ദൈവമക്കള് ദൈവദാസനും ഒക്കെ നല്ലതുപോലെ പ്രാർത്ഥിപ്പാനും ഒക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവസഭയിൽ വളരെ സങ്കടം അവരൊക്കെ കരഞ്ഞ് ഉള്ള അനുഭവങ്ങളായിരുന്നു. എന്നാൽ അതിനെല്ലാം ദൈവം എനിക്ക് വിടുതൽ തരുവാനിടയായി തീർന്നു. അത് മാത്രമല്ല എൻ്റെ കണ്ണിൻ്റെ പിരിയത്തൊരു പാമ്പ് കടിച്ചിങ്ങനെ 2 ദിവസം ഞാൻ കൊണ്ട് നടന്നു. 3ൻ്റെ അന്നായപ്പം ഉറക്കത്തിൽ എന്നെ കടിച്ചതാണ്. 3ൻ്റെ അന്നായപ്പോൾ ഞാൻ കുഴഞ്ഞു വീഴുന്നു. എനിക്ക് ബോധമില്ലായിരുന്നു. കുഴഞ്ഞു വീഴുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ ദാസന്റെ ഭവനത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നെ അങ്ങനെ വീഴുവാനിടയായി തീർന്ന് പെട്ടെന്ന് ദൈവദാസി അവരെ മടിയിൽ പിടിച്ച് കിടത്തി ദൈവദാസൻ ഞങ്ങൾ ഫാസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് പെട്ടെന്ന് തരുവാനിടയായി തീർന്ന് അങ്ങനെ അത് കുടിച്ചിട്ട് വൈദ്യൻ്റെ അവിടെ കൊണ്ടുപോയി. ആ സമയത്ത് വൈദ്യം പറഞ്ഞ് 1 മിനിറ്റ് കൂടെ കഴിഞ്ഞെങ്കിൽ ഇവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമായിരുന്നു. നമ്മളൊരു അതിൽ നിന്നും ദൈവം എന്നെ വിടിയിപ്പാനിടയായി തീർന്ന് അതെ ഒരു പക്ഷെ ആ ദൈവം കർത്താവിൻ്റെ ദാസന്റെയും ദാസിയുടെയും പ്രാർത്ഥനയും മധ്യസ്ഥയാണ് എനിക്ക് അതിൽ നിന്നും ദൈവം എന്നെ വിടിയിപ്പാനിടയായി തീർന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രി കടന്നു പോയപ്പോൾ ആക്സിഡന്റ് പറ്റി. ഞാൻ റോഡ് ക്രോസ് ചെയ്തപ്പോൾ വീഴുന്നു, എൻ്റെ തല പൊട്ടി. അവിടെ നിന്നും ദൈവം എന്നെ ആയുസ്സിന് ഒരു കേടും വരുത്താതെ എൻ്റെ കർത്താവിനെ സൂക്ഷിച്ചു. അത് എൻ്റെ നടുവാണ് അങ്ങ് എല്ല് തേയ്മാനം ഡിസ്ക് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായത്. അങ്ങനെ ഒത്തിരി അങ്ങ് അത് ബുദ്ധിമുട്ട് അനുഭവിച്ച് അതിൽ നിന്ന് എനിക്ക് നല്ലതുപോലെ ഇപ്പം നടന്ന് എൻ്റെ കാര്യഗതികളൊക്കെ നോക്കുക കർത്താവിനെ സഹായിക്കുന്നു. അങ്ങനെ വളരെ കഷ്ടതയെന്ന് പറഞ്ഞു തീർക്കാൻ അറിയാത്ത കഷ്ടതയും ഞങ്ങളുടെ ജീവിതത്തിൽ വേദനയും പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിലായാലും അങ്ങനെയൊക്കെ ഞങ്ങൾ കടന്നുപോയി. എങ്കിലും കർത്താവ് അതേ സ്തോത്രം ദൈവത്തോട് പറ്റിയിരുന്ന് സങ്കീർത്തനം 91:14 പറയുന്നത് പോലെ അവൻ എന്നോട് പറ്റിയിരിക്കുക ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിച്ച് ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ അവനെ വിടുവിക്കും. ദീർഘായുസ് കൊടുത്ത് ഞാൻ തൃപ്തി വരുത്തും. ദൈവവചന നമ്മെ പഠിപ്പിക്കുന്നു. അപ്രകാരം ദൈവവചനം ഞങ്ങളെ തന്ന് ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി കർത്താവ് ഞങ്ങൾ ഇതുവരെ ദൈവം ആ മരണത്തിൽ നിന്നെല്ലാം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു, ഞങ്ങളെ നടത്തുവാൻ ഇടയായി തീർന്നു. അത് അനേക പ്രിയപ്പെട്ടൊരു പ്രകാരം ഞാനിങ്ങനെ പറയുന്ന അനേക പ്രിയപ്പെട്ടൊരു മാരകമായ രോഗത്താല് ഭവനങ്ങൾ മദ്യപാനികളായ സഹോദരന്മാർ തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമയായി ഈ നാളുകളായിരിക്കുന്ന അനുഭവങ്ങളാണ് അവർക്ക്. ഞാൻ പലപ്പോഴും സാക്ഷ്യം പറയും ഇത് ദൈവത്തിൽ കഴിയാത്തത് ഒരു കാര്യവുമില്ല, ദൈവത്തിന് അസാധ്യമായത്. നിങ്ങളും ഞാൻ അനുഭവിച്ച സന്തോഷവും സമാധാനവും നിങ്ങളും അറിയാൻ വേണ്ടി പല പ്രിയപ്പെട്ടവരോ പറയുവാനിടയായി തീരും. കർത്താവ് അവരേക്ക് എന്തെയ്യും ഒരുക്കിയെടുക്കട്ടെ. ഈ നാളുകളെ തലമുറകളെ അവസ്ഥകൾ കണ്ട് മാതാപിതാക്കൾ കരയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. എത്രയോ കുടുംബങ്ങൾ മക്കളെ അപ്പനും അമ്മയ്ക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല, അപ്പനും അമ്മയ്ക്കും മക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള കാലമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തെ അറിഞ്ഞ ദൈവമക്കളെ ദൈവജനത്തെ ദൈവം എത്രമാത്രം ദൈവം സൂക്ഷിക്കുന്ന അതേ സ്വർഗ്ഗാങ്ങളുടെ സിംഹാസന ഭൂമിയങ്ങളുടെ പാതപിടോ ആയിരുന്നു. നമ്മൾ പാതപിടത്തിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥന വിഷയങ്ങളും കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ട് അവൻ്റെ ചെവി തുറന്ന് അതെ കണ്ണ് തുറന്ന് അവൻ്റെ ചെവി അതെ ശ്രദ്ധിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്ന
ദൈവം നമ്മളോട് കൂടെ ഇരിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതേ ഈ ദിവസങ്ങളിൽ എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രഭാരത്തോടെ നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്ന പല പ്രിയപ്പെട്ടവര് ആയിരിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾ അതേ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ ഉള്ളൂ വിടുതല്. യേശു ക്രിസ്തു മാത്രമേ ഒരു വ്യക്തിയെ രൂപാന്തരമാക്കി എടുക്കുവാനിട കഴിയുള്ളൂ. യേശു ക്രിസ്തുവിന് കൂടെ അല്ലാതെ മറ്റൊരു രക്ഷകനുമില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന അപ്രകാരം അതെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ള തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന അപ്രകാരം ദൈവം നമ്മെ അത് അനുദിനം ദൈവം നമ്മെ നടത്തുവാൻ ഇടയായിത്തീർന്ന കർത്താവ് ഓരോ ദിവസവും അത്ഭുതമായി ദൈവം നമ്മെ നടത്തുന്നു. അതെ കർത്താവിൻ്റെ സ്നേഹത്തെ എത്ര തന്നെ പറഞ്ഞറിയിപ്പാൻ കഴിയാത്ത ഉപകാരങ്ങളും നന്മകള് തലമുറകളുടെ ജീവിതത്തിലായാലും ദൈവ കുടുംബത്തിലായാലും ഒക്കെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. ഈ ദിവസങ്ങളിൽ പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബമായി കർത്താവിൻ്റെ സന്നിധിയിൽ പിന്നെ അനേക ഇടങ്ങളിൽ പോയി കർത്താവിന് വേണ്ടി ഇടയ്ക്ക് പ്രിയപ്പെട്ട പരസ്യയോഗമായി വയനാട് പ്രദേശത്ത് വരെയും കടന്നു പോകാനൊക്കെ ഇടയായിത്തീർന്ന പല ദൈവദാസന്മാരുമായി അത് ഇതൊന്നും നമ്മൾ അർഹിക്കാത്ത സ്ഥാനങ്ങളിൽ നമുക്ക് ഇതിനൊന്നും യോഗ്യതയില്ലാത്ത സ്ഥാനങ്ങളാണ് ദൈവം നമ്മെ ഓരോ ഇടത്തും നമ്മെ എത്തിപ്പിക്കുന്നത്. അതേ കർത്താവിൻ്റെ കരുതൽ എത്ര നല്ല ദൈവമാണ്. അതേ ദിവസങ്ങളിൽ ലോകത്ത് നോക്കാമെങ്കിൽ ഒത്തിരി സംഭവങ്ങളാണ് നടന്നു. ഓരോ ദിവസവും കുഞ്ഞുങ്ങളെ വിവാഹങ്ങൾ കഴിഞ്ഞാൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, ആത്മഹത്യകൾ, ദുർമരണങ്ങൾ, പീഡനങ്ങൾ, പിന്നെ സാമ്പത്തികത്തിനുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വളരെ വേദന തോന്നും ഹൃദയത്തിനകത്ത്. ദൈവം അവരെയൊക്കെ സ്ഥിതിക്ക് ഭേദം വരുത്തട്ടെ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ നടത്തിയ ദൈവം അവരെയൊക്കെ ദൈവം കൊണ്ടുവന്ന് നാളുകൾ സമാധാനമില്ലാതിരിക്കുന്ന കുടുംബങ്ങൾ വളരെ ആശ്വാസങ്ങൾ പകരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും സമയം ദൈവ സാക്ഷ്യം പറയുക എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചല്ലോ. പിന്നെ ഈ നാളുകളിൽ ഒരിക്കലും തളർന്നു പോകാതെ വീണ് പോകാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിപ്പാൻ എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. അവരെയും കുടുംബമായി ദൈവം സൂക്ഷിക്കുന്നുണ്ട്. ഇത്രയും ഞങ്ങൾ നടത്തിയ കർത്താവ് അതേ ഞങ്ങളെ ഈ പുളിയിറക്കണം പ്രദേശത്ത് ഞങ്ങൾ പ്ലാക്കോടെന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ സ്വന്തം ദേശം. ഇവിടെ തന്നെ ഞങ്ങൾ ജനിച്ചതും വളർന്നതും എല്ലാം തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. കർത്താവിന് സ്തോത്രം. പല ഇടങ്ങളിൽ കടന്നു പോകുവാനൊക്കെയും കർത്താവ് അവസരങ്ങൾ ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും പല പ്രിയപ്പെട്ടവരെ രക്ഷാഭാഗത്ത് കടന്നു വരുന്നുണ്ട്. അവരെയൊക്കെ ഓർത്ത് എൻ്റെ സഹോദരന്മാരെ തലമുറകളൊക്കെ അവരെയൊക്കെ പേരോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരെയൊക്കെ ദൈവം രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി അറിയാം. ഞങ്ങൾക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. കർത്താവിൻ്റെ ദയ ഒന്ന് മാത്രം. കർത്താവ് കരുണ കാണിച്ചാൽ മാത്രമേ ഉള്ളൂ. അതേ ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്കായി, വലിയ കൃപയ്ക്കായി, വലിയ കരുണയ്ക്കായി നന്ദി പറയുന്നു. ഇത്രയും സമയം എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ചു തന്ന പാസ്റ്ററിനും ദൈവസഭയ്ക്കും അതെ ഈ ജോയി ചാനലിനും ഇവിടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയിൽ നിന്ന് ഇരുന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം ചുരുങ്ങിയ സമയം കൊണ്ട് കേൾക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ജീവിതത്തിൽ ക്യാൻസർ എന്ന രോഗത്തിലൂടെ പ്രിയദാസി കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. എങ്കിലും പ്രിയ സഹോദരിയെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ഇന്നും നിലനിർത്തിയിരിക്കുന്നു. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ദൈവമാക്കിയ ഇടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയായി നിലകൊള്ളുവാൻ പ്രിയ സഹോദരിയെ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ ജീവിതാനുഭവം കേൾവിക്കാർക്ക് അനുഗ്രഹവും കർത്താവിലേക്ക് എടുക്കുവാനും കാരണമായി തീരണം. പ്രിയ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ആദരിച്ചാട്ടെ. പ്രവർത്തനങ്ങളെ മാനിക്കണം. കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ പിന്നെയും ദൈവം ബലപ്പെടുത്തി സഹായിച്ചാട്ടെ. കുടുംബമായി അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം. എല്ലാറ്റിനായും ദൈവത്തിന് നന്ദി പറയുന്നു. ദാനമായി കൊടുത്ത 2 മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാവർക്കായി സ്തോത്രം. എല്ലാറ്റിനായും കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയ തോന്നി കേൾക്കുമാറാകണമേ. സ്തോത്രം. ഓക്കെ സഹോദരി, ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഓക്കെ.